ഇത് ലാലേട്ടൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ലാലേട്ടൻ ഫാൻസിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ മാത്രം ഒരു സിനിമ ഉണ്ടാക്കിയാലും ആ സിനിമ വിജയിക്കണമെന്നില്ല. ലാലേട്ടൻ കൊണ്ട് നടക്കണം, മീശ പിരിക്കണം, അത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഓഡിയൻസിനോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്കിത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറഞ്ഞാണ്. ലാലേട്ടനെ ആളുകൾ ഈ ഒരു ടെംപ്ലേറ്റഡ് രീതിയിൽ മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളതായിട്ട് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമല്ല, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അവർ ഈ രണ്ട് സിനിമയിലും ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുന്നത്. ഇത് ഓൾറെഡി പല സിനിമകളിലും പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളതിന് കൈയടിക്കും. മമ്മൂക്ക നമുക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റഡ് രീതിയിൽ കാണണമെന്നൊരു നിർബന്ധമില്ല. അദ്ദേഹത്തിന് എങ്ങനെ നമ്മൾ കണ്ടാലും അക്സെപ്റ്റ് ചെയ്യും. ഈ സെയിം കാര്യം ലാലേട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഏത് മൊമെൻറ്റ്സ് എടുത്താലും നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയൊരു ലാലേട്ടൻ, ഒരു പുതിയ രീതിയിലുള്ള ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചു. സെയിം കാര്യം തന്നെ ഒരു 10 സിനിമയിൽ ഈ സെയിം കാര്യം കാണിച്ചാലും ആളുകൾ കൈയടിക്കും. പക്ഷേ മോഹൻലാൽ തുടരുമെന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്ന ഒരു വാചകമാണ് മോഹൻലാൽ തുടരും. അതെ, ഡെഫിനറ്റ്ലി അദ്ദേഹം തുടരും. അത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും റീസെൻ്റ്ലി ഉള്ള അദ്ദേഹത്തിൻ്റെ പല പടങ്ങൾ കാരണം അദ്ദേഹം എവിടുന്ന് പോയി, അദ്ദേഹം ഇനി മടങ്ങി വരുമോ എന്നുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ പോയിരുന്നു. എനിക്ക് ഈ വീഡിയോയുടെ മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത്, മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനായിക്കോട്ടെ, നമ്മുടെ മമ്മൂക്ക ആയിക്കോട്ടെ, അവർ മടങ്ങി വന്നു അല്ലെങ്കിൽ ദേ ആർ ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവരെങ്ങും പോയിട്ടില്ല. അവർക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ മിസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെവിടെ പോയതായിട്ട് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നു ദൃശ്യത്തിനൊക്കെ ശേഷം ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ കറക്റ്റായിട്ട് ഉപയോഗിച്ചൊരു സിനിമയാണ് തുടരും. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന തുടരുന്ന സിനിമയെ പറ്റിയല്ല, എന്താകാം ലാലേട്ടൻ ഇത്രയും നാൾ നമ്മൾ മിസ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ലാലേട്ടൻ സിനിമകളിൽ നമുക്ക് മിസ് ചെയ്തത്, എന്താണ് അദ്ദേഹത്തിന് വലിയൊരു ഡൗൺഫോളിലേക്ക് പോയത്. എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് പേഴ്സണൽ തോന്നിയ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. ഫസ്റ്റ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ലാലേട്ടൻ എന്ന് നമുക്ക് മമ്മൂക്കയുടെ കുറച്ച് കാര്യങ്ങളോട് പറയണം. ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. അത് നമ്മൾ ക്ലീശേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ലാലേട്ടൻ കൊണ്ട് നടക്കണം, മീശ പിരിക്കണം, അത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊന്ന് ലൂസിഫറിൻ്റെ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലല്ല നിങ്ങളൊരു സിനിമ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അത് ആ സിനിമയുടെ വിജയത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷനെ ബാധിക്കാൻ വലിയൊരു ചാൻസ് ഉണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. അതിലല്ല നിങ്ങളൊരു സിനിമ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അത് ആ സിനിമയെ ബാധിക്കും. ശരിയാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ പറയുന്ന ലാലേട്ടൻ ഫാൻസിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ മാത്രം ഒരു സിനിമ ഉണ്ടാക്കിയാലും ആ സിനിമ വിജയിക്കണമെന്നില്ല. അതിന് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ലാലേട്ടൻ എന്ന് പറഞ്ഞ സ്റ്റാറിനെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു. ലാലേട്ടൻ എന്ന നടനെ ആരും അങ്ങനെ അധികം യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അത് കുറച്ചെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജാണ്. അതിനു മുമ്പ് വളരെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരാൾ ജിത്തു ജോസഫാണ്. അദ്ദേഹം അതിപ്പോഴും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വന്ന ഏത് സിനിമ എടുത്തു നോക്കിയാലും നമുക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന സ്റ്റാറിനെയും കാണാൻ പറ്റും, ലാലേട്ടൻ എന്ന് പറയുന്ന നടനെയും കാണാൻ പറ്റും. റീസെൻ്റ്ലി ഭയങ്കര റീലിലൊക്കെ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ദേജാവു എന്ന് എഴുതിയതിന് ശേഷം ലാലിൻ്റെ പഴയ കുറച്ച് സിനിമകളുടെ ക്ലിപ്പിങ്ങും ഈ തുടരുന്ന സിനിമയിൽ അത് റീക്രിയേറ്റ് ചെയ്തേക്കുന്ന രീതിയും മലയാളികൾക്ക് എന്തോ ഒരു കാരണത്താൽ ലാലേട്ടനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിർഭാഗ്യമാണ്. അദ്ദേഹത്തിന് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വേറെ രീതിയിൽ ചെയ്താൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ക്യാരക്ടർ വൈസ് അങ്ങനെ ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ക്യാൻവാസിലും അല്ലെങ്കിൽ അങ്ങനെ വന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ, അത് മലയാളികൾ അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിച്ച രീതിയിലല്ല ആ സിനിമയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാകാം അത് വലിയൊരു പരാജയത്തിലേക്ക് പോയി എന്ന് പറയുന്നതിലുപരി അത് എന്താ പറയുക, ഭയങ്കരമായ ട്രോളുകളിലേക്കൊക്കെ പോയിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലാലേട്ടനെ ആളുകൾ ഈ ഒരു ടെംപ്ലേറ്റഡ് രീതിയിൽ മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളതായിട്ട് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ സംസാരിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം ഈ റീസെൻ്റ്ലി തിയേറ്ററുകളിൽ ഏറ്റവും വലിയ ഓളമായ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലും ഈ പറയുന്ന തുടരുമെന്ന് പറയുന്ന സിനിമയിലും പർട്ടിക്കുലർ സീൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, 2 സിനിമകളും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടിച്ച സീനുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമല്ല, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അവർ ഈ 2 സിനിമയിലും ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുന്നത്. അത് രണ്ടിനും എനിക്ക് പേഴ്സണലി ഞാൻ അറിയാതെ കൈയടിച്ചൊരു സീനുണ്ട്.
അത് ഞാൻ ഇതുവരെ ലാലേട്ടൻ്റെ സിനിമകൾ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറയില്ല. ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി പല സിനിമകളിലും പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളതിന് കൈയടിക്കും. അത് ലാലേട്ടൻ്റെ ഒരു ഭാഗ്യമാകും. ഒരു നടൻ എന്ന രീതിയിലും സ്റ്റാർ എന്ന രീതിയിലും അങ്ങനെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ നേരെ മറിച്ച് മമ്മൂക്കയുടെ മമ്മൂക്കയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മമ്മൂക്കയെ നമുക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റഡ് രീതിയിൽ കാണണമെന്നൊരു നിർബന്ധമില്ല. അദ്ദേഹത്തിന് എങ്ങനെ നമ്മൾ കണ്ടാലും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുന്ന മമ്മൂക്ക ഏത് വേർഷനാണ്, പുതിയൊരു വേർഷൻ നമ്മൾ കാണുന്ന ഇപ്പം റീസെൻ്റ്ലി വന്ന റോഷാക്ക് ആയിക്കോട്ടെ, നൽപകലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സിനിമകൾ ഏതും ആയിക്കോട്ടെ, ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ, അദ്ദേഹം ഇപ്പോൾ ഭ്രമയുഗം അതുപോലുള്ള സിനിമകൾ നമ്മൾ അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മമ്മൂക്ക വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഈ സെയിം കാര്യം ലാലേട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. അത് ലാലേട്ടൻ എന്ന് പറയുന്ന സ്റ്റാറിനെ ആക്ച്വലി അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് അത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എപ്പോഴും ഒരു ഫിലിം മേക്കേഴ്സിന് സംഭവിച്ചു പോകുന്ന ഒരു പേഴ്സണലി എനിക്ക് തോന്നി, ഇപ്പം ഈ പറയുന്ന തുടരുമെന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള പഴയ സിനിമകളെ ട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് എടുത്ത് അതൊരു വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയിലുണ്ട്. ഇതിന് മുമ്പ് വന്ന ആറാട്ടം എന്ന് പറയുന്ന സിനിമയിലും ഇതുണ്ടായിരുന്നു. ഒരു റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സിനിമ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ അത് വർക്കൗട്ടായില്ല. ബട്ട് കുറച്ചൊക്കെ വർക്കൗട്ടായി, ബട്ട് കുറച്ചൊന്നും വർക്കൗട്ടായില്ല. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോൾ മോസ്റ്റ്ലി അല്ല എല്ലാ റെഫറൻസുകളും വർക്കൗട്ടായിട്ടുണ്ട്. അത് തിയേറ്ററിൽ അത് വ്യക്തമായിട്ട് നമുക്കറിയായിരുന്നു. സോ എന്താ പറയുക, ഒരു ഫിലിം മേക്കർ എന്നൊരു രീതിയിൽ അവർ ചിന്തിച്ചു. തരുൺ മൂർത്തി നമ്മൾ എടുത്തു പറയണം, ഈ ഒരു സിനിമയ്ക്ക് എന്തൊക്കെ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിലും അത് തരുൺ മൂർത്തി ഒരു കറക്റ്റ് ഒരു നടൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ എങ്ങനെ ഒരാൾക്കാരിലേക്ക് പ്രസൻറ്റ് ചെയ്യണം. എന്നാൽ പുതിയൊരു കാര്യങ്ങളും അദ്ദേഹം അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ഇടത്തും ഫീൽ ചെയ്തിട്ടില്ല. ഒരു പോയിന്റിൽ പോലും ലാലേട്ടനെ ഒരു വേറെ രീതിയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ലാലേട്ടനെ അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് മൊമെൻറ്റ്സ് എടുത്താലും നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയൊരു ലാലേട്ടൻ, ഒരു പുതിയ രീതിയിലുള്ള ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പം കേരളത്തിൽ വന്നിട്ടുള്ള ഈ തുടരുന്ന മുമ്പ് വന്ന എമ്പുരാനിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു അപ്രിസിയേഷൻ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയതിൻ്റെ മെയിൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന സ്റ്റാറിനെ യൂസ് ചെയ്യാനാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ അവിടെ വിജയിച്ചത് ലാലേട്ടൻ എന്ന് പറയുന്ന സ്റ്റാറിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. പക്ഷേ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു നടനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാലേട്ടൻ തിരിച്ചു വന്നു, ലാലേട്ടൻ ഈസ് ബാക്ക് എന്നൊക്കെ പറയുന്ന റേസുകളിലേക്കൊക്കെ പോകുന്നത്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ലാലേട്ടനെങ്ങും പോയിട്ടില്ല. ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് കിട്ടുമ്പോഴാണ് അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിനെ കൊണ്ട് സെയിം കാര്യം തന്നെ ഒരു 10 സിനിമയിൽ ഈ സെയിം കാര്യം കാണിച്ചാലും ആളുകൾ കൈയടിക്കും. പക്ഷേ എപ്പോഴും അതിനൊരു മീറ്ററുണ്ട്. ആ മീറ്റർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരും എന്ന് പറയുന്ന സിനിമ. അതിന് സ്ട്രോങ് ആയിട്ടൊരു പ്ലോട്ടുണ്ട്. അത് ലാലേട്ടനെ അവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റ്, ഈ പടത്തിന് ഒരുപാട് നെഗറ്റീവ് വേണമെങ്കിൽ പറയാനുള്ള ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റുകൾ ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ അത് പറയാത്തതെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടിയൊരു നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു ലാലേട്ടനെ അവർ ഒരു ഇതിൽ നമുക്ക് തന്നു. അതുകൊണ്ടാണ് തുടരും എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിജയം. ഇതും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സിനിമയാകുമെന്ന്, മീൻസ് കളക്ഷൻ വൈസ് ആയിക്കോട്ടെ എന്ത് രീതിയിലാണെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറും. ആ ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഡെഫിനറ്റ്ലി വേണം. പിന്നെ എനിക്ക് പേഴ്സണലി ഇത് ലാലേട്ടൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് ലാലേട്ടനെ ഞാൻ അയച്ചു കൊടുക്കേണ്ടി വരും. എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലാലേട്ടനെ ഞങ്ങൾക്ക് ഇതുപോലൊക്കെ, അതായത് ലാലേട്ടൻ ഇനിയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വർഷത്തിൽ ഒരിക്കൽ ഒരു പടം ചെയ്താൽ പോലും മതി. പക്ഷേ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യണമെന്നുള്ള കമ്മിറ്റ്മെൻറ്റിലോ ഒരു സിനിമ ചെയ്യാതെ ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഫിലിം മേക്കേഴ്സുമായിട്ട് കൈകോർത്ത് ലാലേട്ടനോട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനത്തെ സബ്ജക്റ്റ് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇനിയെങ്കിലും സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുമ്പോഴും ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്തും
അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്തും താങ്കൾ കുറച്ചുകൂടി ഇതൊരു ബെഞ്ച് മാർക്ക്, അതായത് എന്താ പറയുക, തെലുങ്കിൽ ജൂനിയർ NTR എന്ന് പറയുന്ന നടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ടെമ്പർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് പുരി ജഗന്നാഥ് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹമായിരുന്നു അതിൻ്റെ ഡയറക്ടർ. സോ അതിനകത്ത് റീലോഞ്ചിങ് ഓർ ഇൻട്രൊഡ്യൂസിങ് ജൂനിയർ NTR എന്നൊരു ടാഗിലാണ് ഒരു സിനിമ വന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ചൂസ് ചെയ്ത സ്ക്രിപ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു നമ്മൾ അത്രയും നാൾ കണ്ടിട്ട് വന്ന ഒരു ജൂനിയർ NTRനെ അവിടെ നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം വന്ന എല്ലാ പടങ്ങളും, അതിന് പോസിറ്റീവായിട്ടുള്ള സിനിമകളുണ്ട്, മോശമായി പോയ സിനിമകളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ അത്രയും നാൾ കണ്ടിട്ടുള്ള ഒരു ജൂനിയർ NTRനെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. സോ അതുപോലെ ഈ ഒരു പടം താങ്കളുടെ ഒരു ബെഞ്ച് മാർക്കായി വെച്ചിട്ട് താങ്കളെ സംബന്ധിച്ച് ഒരുപാട് കൂട്ടുകെട്ടുകളും ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അതിന് എല്ലാവരോടും അങ്ങനെ നോ പറയാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇനിയെങ്കിലും ഈ ഒരു സിനിമയെങ്കിലും താങ്കൾ ഒരു ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, ഇതിനപ്പുറത്തോട്ട് ഇനി അല്ലെങ്കിൽ ഇതിന് താഴോട്ടുള്ള പടങ്ങൾ നമ്മൾ ചെയ്യില്ല, അത് ഫ്രണ്ടിന് വേണ്ടി ആയിക്കോട്ടെ ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മളത് ചെയ്യില്ല എന്നൊരു രീതിയിലേക്ക് താങ്കൾ മാറിയല്ലത് താങ്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് അതൊരു വലിയ ആഗ്രഹമായിരിക്കും. അതുപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന ആളുകൾക്ക് പറയാനുള്ളൊരു ഇതാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആക്ച്വലി ഇത് ലാലേട്ടനെ നേരിട്ട് കാണുവാണെങ്കിൽ എനിക്കറിയില്ല ഇത്രയും സമയം എനിക്ക് കിട്ടുമെന്ന്. എന്നാൽ പോലും എനിക്ക് പറയണമെന്ന് തോന്നിയൊരു ഇതാണ്. ഞാനിതൊരു റെക്കോർഡായിട്ട് ഞാൻ എപ്പോഴും സൂക്ഷിക്കും. ഇത് എന്തെങ്കിലും ഒരു പോയിന്റിൽ അത് ലാലേട്ടനോട് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ സമയം കിട്ടിയാൽ ഈ ഒരു പോർഷനായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഓഡിയൻസിനോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെങ്കിലും നിങ്ങൾക്കിത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറഞ്ഞാണ്. ലാലേട്ടൻ ഇനിയെങ്കിലും ഇതിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് തുടരും എന്ന് പറയുന്ന സിനിമ ഒരു ബെഞ്ച് മാർക്കായി വെച്ചിട്ട് ഓക്കെ, ഇനി എങ്ങനെ ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന നടനെയാണ് ആൾക്കാർക്ക് കാണണമെന്ന് കൂടുതൽ ഒരു സാധാരണക്കാരനായിട്ട് വരുന്ന അധികം നമുക്കൊരു നമ്മുടെ ബോയ് ടു നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിത്തമൊക്കെ ഉള്ള ഒരാളെയാണ് ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതാണ് ഈ ഒരു സിനിമയിൽ അധികവും കണ്ടത്. അങ്ങനെ ലാലേട്ടനെ ഏതോ ഒരു പോയിന്റിൽ മിസ് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു പോയിന്റിൽ ഏതോ ഒരു കാലഘട്ടം തൊട്ട് നമുക്ക് ഇങ്ങോട്ട് മിസ്സായിട്ടുണ്ട്. അത് വളരെ കുറച്ച് ഡയറക്ടേഴ്സ് മാത്രം നമുക്ക് ആ ഒരു ലാലേട്ടനെ തിരിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം പടങ്ങൾ വലിയ വലിയ വിജയങ്ങളായി തീർന്നിട്ടുമുണ്ട്. അദ്ദേഹത്തിനെ ആരും മോശം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടരുമെന്ന് പറയുന്ന സിനിമ ഈ ഒരു വീഡിയോയിൽ ഒരാളെയും കൂടെ പറയണം, തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറിനോട് താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു സിനിമ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്, നിങ്ങൾ വേറെ ലെവലാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളിങ്ങനെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ എന്താണ് ലാലേട്ടൻ സിനിമകളിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്, അതാണോ നിങ്ങൾ ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തത്, എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യും.